ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ്. ഇന്നത്തെ വ്ലോഗ് ചെറിയൊരു വ്ലോഗാണ്. ഇന്ന് ഞാനിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. ഈ കാണുന്നതെല്ലാം ബേക്കറി ഐറ്റംസും ബ്രെഡ് ഐറ്റംസും ഒക്കെയാണ്. ഈ കാണുന്നത് മുയലിറച്ചിയാണ്. ഇവിടെ ജർമ്മനിയിലെ മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ഇതേപോലെ മുയലിറച്ചിയും മാനിറച്ചിയും ഒക്കെ ലഭിക്കുകയും കണ്ട മുയലിറച്ചിയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ന്യൂസിലാൻഡിൽ നിന്നുള്ള ആട്ടിറച്ചിയാണ്. അപ്പൊ ഞങ്ങൾ ഈ ഒരു ആട്ടിറച്ചി എടുക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് മാനിറച്ചി. അപ്പൊ നമ്മളൊരു മാനിറച്ചി എടുക്കുന്നുണ്ട്. ഞാനിത് എങ്ങനെയാ കുക്ക് ചെയ്യുന്നതെന്ന് അടുത്ത വ്ലോഗിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ബിസ്ക്കറ്റും പിന്നെ കുറച്ച് മിൽക്കും ഒരു പഴവും കൂടി യൂസ് ചെയ്തിട്ട് ഒരു ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ഷെയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് കുടിക്കാനായിട്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്ന ഇവിടുത്തെ പഴമാണ്. അപ്പൊ അതും കൂടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് ക്രീമും കൂടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇവിടെ കുറച്ച് നല്ല വെയിലും നല്ല ചൂടും ഒക്കെ ആയിരുന്നേ. പക്ഷെ ഈ ആഴ്ച അങ്ങനെയല്ല. അത്ര ശക്തമായ ചൂടോ വെയിലോ അങ്ങനെയൊന്നും ഇല്ല. ഇന്ന് മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ഇടക്കിടക്ക് മഴയും ഒക്കെ പെയ്യുന്നുണ്ട്. ഇത് ഞാനെന്ന് കാണിച്ച കറിവേപ്പിലയുടെ ചെടിയാണ്. അത് ഇത്രയും ആയിട്ടുണ്ട് ഇപ്പം. ആ കാണുന്നത് റീസൈക്ലിംഗ് വേസ്റ്റ് ശേഖരിക്കാൻ വരുന്ന വാഹനമാണേ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ റീസൈക്ലിംഗ് ചെയ്യാൻ കഴിയുന്ന വേസ്റ്റുകളെല്ലാം മഞ്ഞക്കവറിലാണ് നമ്മൾ ഇടുന്നത്. അതിനായി അവർ മുൻകൂട്ടി ഒരു തീയതി അറിയിക്കും. ആ ദിവസം നമ്മൾ ആ മഞ്ഞക്കവർ വീടിന് പുറത്തെടുത്ത് വെച്ചാൽ മതി. അവരതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പൊക്കോളും. ഇനിയിപ്പം ഡിന്നറിനായിട്ട് ഞാനിവിടെ ഒരു സ്പിഗാറ്റിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്തവണ ഞങ്ങൾ ഗോതമ്പ് കൊണ്ടുള്ള സ്പിഗാറ്റിയാണ് വാങ്ങിച്ചത്. വീട്ടിലപ്പം കുറച്ച് ടർക്കിയുടെ ഇറച്ചി ഉണ്ടായിരുന്നു. അതും കൂടി യൂസ് ചെയ്തിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങളിൽ പലർക്കും ഇതിനകം തന്നെ അറിയാവുന്നൊരു റെസിപ്പി ആയിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ. ഫസ്റ്റിലെ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും സോൾട്ടുമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു സ്പിഗറ്റി ഇതിലേക്ക് ഇട്ട് വെച്ചാൽ മതി. ഇനി ഈ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവാളയും വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു മിക്സ്ഡ് ടർക്കി ഇറച്ചിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതൊരു യോഗേർട്ടിന്റെ ഒരു ജ്യൂസാണ്. അപ്പൊ അതാണ് കേട്ടോ ഞാൻ ഇതിന്റെ ഇടക്ക് കുടിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ ഇത് സ്പിഗാറ്റിയുടെ മസാലയാണ്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. പല ഫ്ലേവറിലുള്ള മസാല നമുക്ക് കിട്ടും. അപ്പൊ ഞങ്ങൾ ഈ പ്രാവശ്യം വാങ്ങിച്ചത് ഈ ഒരു മസാലയാണ്. ഇനി അതിനുശേഷം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ഒരു സ്പിഗാറ്റി ഉണ്ടല്ലോ, അതിന്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ആ ഒരു മസാലയ്ക്ക് എരിവൊന്നും അങ്ങനെ കാണൂല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് കെച്ചപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് സോയാ സോസും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം.
അജായിക്ക് അപ്പോൾ ഇവിടുത്തെ ചെറി ടൊമാറ്റോ ഒക്കെ പറിച്ചെടുക്കുവാണ്. ചെറി ടൊമാറ്റോ പണ്ട് നമ്മൾ പറിച്ചായിരുന്നു, അതിനുശേഷം ഇത് രണ്ടാമത് വീണ്ടും കിളുത്ത് വന്നതാണേ. ഇനി നമുക്ക് സ്പിഗാറ്റി കഴിക്കാം. ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. ഇപ്പൊ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ മഴക്കാറ് വെച്ചിട്ടുണ്ട്, നല്ല കാറ്റും ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒരു മഴ പെയ്യുമായിരിക്കും ഇപ്പൊ തന്നെ. അപ്പൊ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വ്ളോഗുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.